അങ്ങനെ ഫൈനൽ മാച്ചിൽ ന്യൂസിലാൻഡ് തോറ്റിരിക്കുകയാണ്. ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചിരിക്കുകയാണ്. T20 വേൾഡ് കപ്പ് രോഹിത് ശർമ്മ ഇന്ത്യക്ക് നേടിത്തന്നു. ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിയും. ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ലഭിച്ച ഭാഗ്യമാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഇന്ന് ഇന്ത്യയോട് കളി തോറ്റ ശേഷം ന്യൂസിലാൻഡ് താരം വില്യംസൺ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫൈനലിൽ അങ്ങനെ ന്യൂസിലാൻഡ് തോറ്റു മടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് ഫൈനലിൽ കളി തോറ്റ ശേഷം വില്യംസൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ജയിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. എന്നിട്ടാണ് ഞങ്ങൾ ഫൈനലിലെത്തിയത്. പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ ഞങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ ബൗളേഴ്സ് മികച്ച രീതിയിലാണ് പന്തെറിയുന്നത്. ഇത് ഇന്ത്യൻ ടീമിന്റെ കഴിവായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ദുബായ് പിച്ചിൽ മാത്രമാണ് ഞങ്ങൾ അടിപതർന്നത്. പാകിസ്ഥാനിൽ ഞങ്ങൾ നല്ല രീതിയിൽ കളിച്ചതാണ്. ഇന്ന് ഞങ്ങൾക്ക് പിഴച്ചത് ബാറ്റിംഗിലാണ്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് മികച്ച റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കും. 300+ ടാർഗറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് കളി ജയിച്ചേനെ. ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അതുപോലത്തെ മികച്ച ടീമാണ് ഇന്ത്യ. ഈ ചാമ്പ്യൻസ് ട്രോഫി കിട്ടാൻ ഏറ്റവും കൂടുതൽ അർഹത ഇന്ത്യക്ക് തന്നെയാണ്. ഫൈനലിൽ തോറ്റു മടങ്ങിയതിൽ ഒരുപാട് വിഷമമുണ്ട്. എങ്കിലും വരാൻ പോകുന്ന ടൂർണമെന്റുകളിൽ മികച്ച കളി പുറത്തെടുക്കാൻ ശ്രമിക്കുമെന്ന് വില്യംസൺ വ്യക്തമാക്കി. ന്യൂസിലാൻഡ് വീണ്ടും ഫൈനലിൽ തോറ്റിരിക്കുകയാണ്. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടിത്തന്നു. ധോണി പോയ ശേഷം ICC കപ്പ് കിട്ടാതെ ഇന്ത്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രോഹിത് വന്നതിന് ശേഷം ഇന്ത്യൻ ടീം കപ്പുകൾ വാരിക്കൂട്ടുകയാണ്. ഇന്ന് ഇന്ത്യക്ക് മികച്ചൊരു സ്റ്റാർട്ട് കൊടുത്തത് രോഹിത് ശർമ്മ തന്നെയാണ്. രോഹിത് ക്യാപ്റ്റന്റെ കടമ കൃത്യമായിട്ട് പാലിച്ചു. ഒരു ഘട്ടത്തിൽ ഇന്ത്യ കളി തോൽക്കുമെന്ന് തോന്നിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ കളി ജയിച്ചെടുത്തത്. തോൽവി എന്താണെന്ന് അറിയാതെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയത്. ഇന്ത്യക്ക് ഇത് റെക്കോർഡ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.